അതിൽ നമുക്കൊരു അടിപൊളി കരിമീൻ മസാല ഉണ്ടാക്കിയെടുത്താലോ, ഒരു വാഴയിലയിൽ പൊള്ളിച്ച സ്റ്റൈലിലായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം. കുറച്ച് സവാള, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മസാലപ്പൊടിക്കായിട്ട് ചുവന്ന കാശ്മീരി മുളക് പൊടി, മുളക് പൊടി, ഉലുവ, കടുക്, അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുടംപുളി തിളപ്പിച്ച വെള്ളം, അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാപ്പാൽ. ഇങ്ങനെയുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാളേനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളേനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകണ്ട. നമുക്ക് ബിരിയാണിക്കൊക്കെ വറുക്കുന്ന പോലെ വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട വാഴയില ഒന്ന് ചെറുതായി വാട്ടിയെടുക്കാം. അതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാനുകളൊന്നും എടുത്തിട്ട് മസാല ഉണ്ടാക്കാനുള്ള ഒരു പാൻ എടുക്കാം. ഒരു ഹാർഡ് ആനോഡൈസ്ഡ് പാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തിരി സ്പൈസി ആയിട്ടുള്ള മസാലയല്ല. അത് മീനിന് പറ്റിയിട്ടുള്ളതും അധികം എരിവില്ലാത്തതും എല്ലാവർക്കും കുട്ടികൾക്കടക്കം കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനേക്ക് നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക്, ഉലുവ എന്നിവ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു മീൻ കറീൻ്റെ മസാലയൊക്കെ വെക്കണ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു മസാല ഉണ്ടാക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കരിയാപ്പില, അതേപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഷാലറ്റ്, ചെറിയുള്ളി, പിന്നെ സവാള, ഇതെല്ലാം കൂടെ നമുക്കൊന്നിട്ട് കുറച്ച് പച്ചമുളകും ചേർത്ത് മസാലേനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒത്തിരി വഴറ്റി പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിവേപ്പിലയും മറ്റുള്ള മസാലകളൊക്കെ ചേർത്ത്, പിന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ, മസാലപ്പൊടികളും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം തന്നെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി നേരത്തെ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ മസാലയൊക്കെ അടിയിലേക്ക് പെട്ടെന്ന് പിടിക്കുന്നതിനുള്ള കാരണം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ തക്കാളി നമ്മൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മസാല ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ തക്കാളിയിലെ വെള്ളം ഇറങ്ങി വരുമ്പോഴേക്കും അതത്ര ചൂടായിട്ട് നമുക്ക് മസാലേൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി ചെത്തി വെച്ചിരിക്കുന്ന കരിമീൻ, ഫ്രഷ് ആയിട്ടുള്ള കരിമീനാണ്. അപ്പോൾ അതിനെ ഐസൊന്നും ഇടാത്ത കരിമീനാണ്. അപ്പോൾ നമ്മളതിനെ ഒന്ന് വരഞ്ഞെടുക്കാം. മീനിനെ ചെറുതായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന മസാല ചേർത്ത് പിടിപ്പിക്കാവുന്നതാണ്. മസാല പിന്നെ നമ്മൾ വഴറ്റിയെടുത്ത മസാല ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മളതിലേക്ക് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ആ മീൻ നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തതിന് ശേഷമാണ് മസാല. ഇപ്പം നമ്മുടെ മസാലയ്ക്ക് വേണ്ട വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ പുളീൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു മസാല പരുവായി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്രയും സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി, മസാലയൊന്ന് തണുക്കാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മൾ വരഞ്ഞെടുത്ത മസാലയിലേക്ക് കുറച്ച് ഉപ്പും, പിന്നെ അതോടൊപ്പം പിന്നെ വേറെ മസാലകളൊന്നും അധികം ചേർക്കില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിനെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ്. തിരുമ്മിയെടുത്തിട്ട് നമുക്കൊന്ന് ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി നേരം ഫ്രൈ ചെയ്യാനല്ല, ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഉടഞ്ഞു പോകാതിരിക്കാനും അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാനും ഒക്കെ ആയിട്ട്, മീനിൻ്റെ ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുള്ള മീനിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് നമ്മളുണ്ടാക്കിയ മസാല, മീനുള്ള മസാല ഇട്ട് കൊടുത്തു. ഒരു മീൻ കറി മസാല എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലേക്ക് നമ്മൾ മീൻ എടുത്ത് വെച്ചു. മീൻ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള മസാല മേൽഭാഗത്തും കുറച്ചുകൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള മസാലേൻ്റെ ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ മസാലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എന്താണ് ഇട്ട് കൊടുക്കുന്നത്, സവാള വറുത്ത് വെച്ചത്, ബിരിയാണി പരുവത്തിൽ വറുത്ത് വെച്ച സവാളയും പിന്നെ പച്ചമുളക് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാലോടെ നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫ്ലേവർ, നമ്മളതൊന്ന് ചട്ടിയിൽ പൊള്ളിച്ചെടുക്കുമ്പോഴേക്കും നമുക്കൊരു അടിപൊളി ഫ്ലേവറാണ് ഈ മസാല നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മൾ അതിലേക്ക് ചേർക്കുന്നില്ല. അതിനുശേഷം നമുക്കതിനെ ഒന്ന് കെട്ടി എടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ എല്ലാ മീനുകളും, ബാക്കിയുള്ള മീനുകളെല്ലാം നമ്മൾ ഇതേ ഒരു പ്രൊസീജിയറിൽ തന്നെ മസാലയൊക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് കെട്ടി വാട്ടിയെടുത്ത വാഴയിലയിലൊന്ന് കെട്ടി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാസ് സ്റ്റാൻഡിലേക്ക് വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് കെട്ടിയെടുത്ത മസാലയിൽ പിന്നെ പൊതിഞ്ഞെടുത്ത മീനെല്ലാം കൂടി ഒന്ന്
ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ്. ഒരു വാഴയിലയും കൂടെ. അപ്പൊ നമ്മളേ കരിമീൻ പൊള്ളിച്ചതുണ്ട്. അപ്പൊ നമുക്കത് തുറന്നൊന്ന് നോക്കിയാലോ ഇല്ലേ? പിന്നെ അല്ലാതെ സർപ്രൈസ് ആയിട്ടിരിക്കുന്നത് നല്ല അറൂമ വരുന്നു. നീ മെല്ലെ 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 നോക്കട്ടെ. സൂപ്പർ. അപ്പൊ നമുക്ക് നോക്കിയാലോ. നിനക്ക് വേണോ? അപ്പൊ ഇത് മെല്ലെ നമുക്ക് നയിച്ചു നോക്കാം കേട്ടോ. എന്താ സംഭവം? ഞാൻ നിന്നെ സഹായിക്കണോ? ഇത് വയനാടിന്റെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആ മസാല എല്ലാം വെച്ചിട്ട് കണ്ടാ കൊതി വരും. നോക്കിയേ. വാവ്. നോക്കിയാലോ. ഇവിടെ ഇരിക്കുന്ന അമ്മേന്റെ കൂടുതൽ അത് ശരിയല്ല, അത് പറ്റൂല. നമുക്ക് നോക്കിയാലോ എങ്ങനെയുണ്ടല്ലോ. ഓക്കെ നോക്കിയാ യാ ഒരു പിടി അങ്ങ് പിടിച്ചാലോ. പിന്നെ അപ്പൊ ഇതിന് ആ സ്വാദ്, ആ പുളിയും കറക്റ്റ് ആവശ്യത്തിനുണ്ട്. പുളിയും എരിവും ആ ഫ്രഷ്നെസ്, മീനിന്റെ നല്ല ആ കരിമീൻ മീനിന്റെ നല്ല ഫ്രഷ്നെസ്, നല്ല വയനാടിന്റെ ആ ടേസ്റ്റ്, സ്പൈസസിന്റെ ആ ടേസ്റ്റ് നന്നായി എടുത്ത് കാണിക്കുന്നുണ്ട് ഇല്ലേ? ഇവിടെ നിർത്തുന്നില്ല, ഇവിടെ പോവാണ്. കോക്കനട്ട് മിൽക്കിന്റെ ആ ബ്ലെൻഡ് അത് നന്നായി കിട്ടുന്നുണ്ട്. നല്ല ഒന്നും പറയാനില്ല. ആ ബ്ലെൻഡ് സൂപ്പറായി മസാലകൾ എന്താ പറയാനുള്ള രീതിയിൽ See the goodness, juice. Wow. See the gravy. ഇതുപോലെ ട്രൈ ചെയ്യുക. സാധാരണ നമ്മൾ പൊള്ളിക്കുമ്പോൾ തേങ്ങ